ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ മിസ്റ്റർ പ്രിൻസ്. അപ്പോൾ ഇന്നലെ നമുക്ക് നമ്മുടെ വൺ പീസിൻ്റെ ചാപ്റ്റർ 1168 സ്പോയിലേഴ്സ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഈ സ്പോയിലേഴ്സിലാണ് ഈ രണ്ട് ക്യാരക്ടേഴ്സിൻ്റെ അപ്പ് സ്കെയിലിംഗ് നടന്നിട്ട്, ഒന്ന് നമ്മുടെ ഷാങ്സും ഒന്ന് നമ്മുടെ ലോക്കിയും. അപ്പോൾ ഈ ഒരു അപ്പ് സ്കെയിലിങ്ങിനെ കുറിച്ച് അറിയാത്തവരുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ മുഴുവനായിട്ട് ഒന്ന് കാണുക. അതുപോലെ തന്നെ നമ്മൾ ഇന്നലെ ഇട്ട നമ്മുടെ വൺ പീസിൻ്റെ സ്പോയിലർ വീഡിയോ കാണാത്ത ആരെങ്കിലും നമ്മുടെ ചാനൽ പേജിൽ കയറിയാൽ അത് നിങ്ങൾക്ക് അവിടെ കാണാൻ കഴിയുന്നതായിരിക്കും. അതൊരു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ അത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ അതുകൂടി ഒന്ന് കാണുക. അപ്പോൾ ഞാനധികം പറഞ്ഞു ഉറപ്പിക്കില്ല, നമുക്ക് നേരിട്ടങ്ങ് വീഡിയോയിലേക്ക് പോയേക്കാം. നമുക്ക് ഈ അപ്പ് സ്കെയിലിങ്ങിനെ കുറിച്ച് സംസാരിക്കുന്നതിന് മുമ്പ് ആദ്യം നമ്മൾ സംസാരിക്കേണ്ടത് നമ്മുടെ ഹെറൾഡിനെ കുറിച്ചാണ്. നമുക്കറിയാം, ഹെറൾഡ് ഇപ്പോൾ ഒരു ഹോളി നൈറ്റായി മാറിയിട്ടുണ്ട്. നമ്മുടെ ഇമൂസമ്മ നമ്മുടെ ഷാങ്സിന് കൊടുക്കാൻ നോക്കിയിട്ടുണ്ടായിരുന്ന ഡീപ് സീ പാക്ക് എന്ന് പറയുന്ന സീല് ഇപ്പം അതിനുശേഷം നമ്മുടെ ഹെറൾഡ് ഒരു ഹോളി നൈറ്റായി മാറിയിട്ടുണ്ട്. ഇതിനു മുമ്പ് നമ്മുടെ ഒരു ഹോളി നൈറ്റിൻ്റെ റൈറ്റ് ഹാൻഡ് മാൻ അങ്ങനെ നമുക്ക് വേണമെങ്കിൽ പറയാം. ഇപ്പം നമ്മുടെ ഹെറൾഡ് ഒരു പൂർണ്ണമായിട്ടുള്ള ഹോളി നൈറ്റായി മാറിയതോടുകൂടി നമ്മുടെ ഹെറൾഡിനാണെങ്കിൽ ഇമ്മോർട്ടാലിറ്റിയും അതുപോലെ തന്നെ തൻ്റെ സ്ട്രെങ്ത് കൂടുകയും ചെയ്തിട്ടുണ്ട്. ഇത് ക്ലിയറായി പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് ഓൾറെഡി അറിയാവുന്ന ഒരു കാര്യമാണ്, നമ്മുടെ ഹെറൾഡ് നമ്മുടെ സെബക്കിൻ്റെ അതേ ലെവലിലുള്ളൊരു ക്യാരക്ടറായിരുന്നു, അല്ലെങ്കിൽ കുറച്ച് പവർ കുറവ്. എന്നാൽ നമ്മുടെ സെബക്ക് മരിച്ചതിന് ശേഷം 14 വർഷങ്ങൾക്ക് ശേഷമാണ് നമ്മുടെ ഹെറൾഡ് ഇപ്പോൾ ഒരു ഹോളി നൈറ്റായി മാറിയിട്ടുള്ളത്. അപ്പോൾ ആ കാലയളവിനുള്ളിൽ നമ്മുടെ സെബക്കിനെ തീർച്ചയായിട്ടും നമ്മുടെ ഹെറൾഡ് സർപ്പാസും ചെയ്തിട്ടുണ്ടാവും. ഇപ്പം നമ്മുടെ ഇമൂടെ പവറും കൂടെ കിട്ടിയപ്പോൾ നമ്മുടെ സെബക്കിൻ്റെ സ്ട്രെങ്ത് നമ്മൾ വിചാരിക്കുന്നതിലും കൂടിയിട്ടുണ്ടാവും. എനിക്ക് തോന്നുന്നത് ആ ഒരു ടൈമിൽ വൺ പീസിലുള്ളതിൽ വെച്ച് ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ക്യാരക്ടറായിട്ട് ഇമൂസമ്മ കഴിഞ്ഞിട്ട് നമ്മുടെ വൺ പീസിലുള്ളതിൽ ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ക്യാരക്ടറായിട്ട് നമ്മുടെ ഹെറൾഡ് മാറിയിട്ടുണ്ടാവും എന്നാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു ക്യാരക്ടറിനെ നമ്മുടെ ലോക്കിയാണ് കൊല്ലുന്നതെന്നാണ് നമ്മുടെ സ്റ്റോറി പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഒറ്റൊരു ഫീറ്റ് മാത്രം മതി നമ്മുടെ ലോക്കി എത്രമാത്രം പവർഫുൾ ആയിരിക്കുന്നത് നമുക്ക് ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്യാവുന്നതേ ഉള്ളൂ. അതുമാത്രമല്ല, നമ്മൾ കണ്ടിട്ടുണ്ട് ഡോമി റിവേഴ്സായ നമ്മുടെ സെബക്കിനെ ഡിഫീറ്റ് ചെയ്യാൻ നമ്മുടെ ഗാർപ്പിനും അതുപോലെ തന്നെ നമ്മുടെ റോജറിനും ടീമപ്പായിട്ട് ഫൈറ്റ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അവരുടെ കമ്പൈൻഡ് അറ്റാക്ക് കൊണ്ടാണ് നമ്മുടെ സെബക്കിനെ ഡിഫീറ്റ് ചെയ്യാൻ പറ്റിയത്. അപ്പോൾ ലോക്കി നമ്മുടെ ഹെറൾഡിനെ കൊല്ലുന്ന സമയത്ത് നമ്മുടെ ഹെറൾഡ് ഡോമി റിവേഴ്സ് ആയിട്ടാണുള്ളത്. അപ്പോൾ നമ്മുടെ ഹെറൾഡിൻ്റെ സ്ട്രെങ്ത് അതിലും കൂടിയിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ളൊരു ഹെറൾഡിനെ നമ്മുടെ ലോക്കിക്ക് കൊല്ലാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് വിചാരിച്ച് നോക്കും നമ്മുടെ ലോക്കിയുടെ പവർ എത്രമാത്രമായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത് നമ്മുടെ ലോക്കിക്ക് കൊടുത്ത വലിയൊരു അപ്പ് സ്കെയിലിംഗ് തന്നെയാണ്. പിന്നെ ഇവിടെ നമുക്ക് കൃത്യമായിട്ട് അറിയില്ല നമ്മുടെ ലോക്കി എങ്ങനെയാണ് നമ്മുടെ ഹെറൾഡിനെ കൊല്ലുന്നതെന്നൊന്നും. ഇപ്പം നമുക്കറിയാവുന്നത് നമ്മുടെ ലോക്കിയാണ് ഹെറൾഡിനെ കൊന്നത്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഇപ്പോൾ ഇതിനുള്ള ക്രെഡിറ്റ് നമുക്ക് നമ്മുടെ ലോക്കിക്ക് തന്നെ കൊടുക്കാം. പിന്നെ നമ്മുടെ ഷാങ്സിന് കിട്ടാൻ പോകുന്ന അപ്പ് സ്കെയിലിംഗ് എന്താണെന്ന് വെച്ചാൽ, നമുക്കറിയാം നമ്മുടെ ലോക്കിനെ ക്യാപ്ചർ ചെയ്യുന്നത് മറ്റാരുമല്ല നമ്മുടെ ഷാങ്സ് ആണ്. അതുമാത്രമല്ല, നമ്മളെല്ലാവരും വിചാരിച്ചിരുന്നു നമ്മുടെ ഷാങ്സ് ഒരു ഹോളി നൈറ്റ് ആയതുകൊണ്ട് തന്നെ നമ്മുടെ ഷാങ്സിന് ഇമ്മോർട്ടാലിറ്റി പവർ ഉണ്ടാവും, അല്ലെങ്കിൽ റീജനറേഷൻ ഇങ്ങനെയൊക്കെയുള്ള പവർ ഉണ്ടാവുമെന്ന്. ആ ടൈമിലായിരിക്കും നമ്മുടെ ഷാങ്സ് മീഹോക്കുമായിട്ട് ഫൈറ്റ് ചെയ്തത്. അപ്പോൾ നമ്മുടെ മീഹോക്കിനെ വളരെ അപ്പ് സ്കെയിലിംഗ് ഒക്കെ നമ്മൾ ചെയ്തിരുന്നു. അപ്പോൾ ഇവിടെ ഒരു കാര്യം ക്ലിയർ ആയിട്ടുണ്ട്, നമ്മുടെ ഷാങ്സ് ഒരു ഹോളി നൈറ്റ് ആയിരുന്നു, പക്ഷേങ്കിൽ നമ്മുടെ ഷാങ്സിന് ഇമ്മോർട്ടാലിറ്റിയോ റീജനറേഷനോ അങ്ങനെയുള്ള ഒരു കാര്യം ഉണ്ടായിരുന്നില്ല. നമ്മുടെ ഷാങ്സ് തൻ്റെ പ്യൂർ സ്ട്രെങ്ത് മാത്രം ഉപയോഗിച്ചായിരുന്നു ഒരു ഹോളി നൈറ്റ് ആയതും അതുപോലെ തന്നെ നമ്മുടെ മീഹോക്കുമായിട്ട് ഫൈറ്റ് ചെയ്തതും നമ്മുടെ ലോക്കിനെ ഡിഫീറ്റ് ചെയ്തതും എല്ലാം തന്നെ. അപ്പോൾ ഈ ഒരു കാര്യം നമ്മുടെ ഷാങ്സിനും വലിയ രീതിക്കുള്ളൊരു പുഷ് തന്നെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം. നമുക്ക് പെട്ടെന്ന് തന്നെ 10K അടിക്കണം, അതിന് നിങ്ങളുടെ സഹായം ആവശ്യമുണ്ട്. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീഡിയോ ഹൈപ്പ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര വന്നിട്ടുള്ള മറ്റൊരു കാണുന്നൊരു ബൈ.